ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ അവസാന അധ്യായമായ 4-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. പൗലോസ്ലീഹ ഇവിടെ തീമോത്തിയോസിനോട് ആവശ്യപ്പെടുന്നത്, ഒന്ന്, പിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ വിധികർത്താവായ യേശുക്രിസ്തുവിൻ്റെയും സന്നിധിയിൽ പൗലോസിനെ ഇത് സമർപ്പിച്ചുകൊണ്ട് ആ നാമത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം തീമോത്തിയോസിനെ ഇവിടെ ചുമതലപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, ഒന്നാമത് നിന്റെ ദൗത്യം വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അത് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ നീ ബാധ്യസ്ഥനാണ്. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യണം. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ നീ ശ്രദ്ധിക്കുകയും ചെയ്യണം. സഭയെ നയിക്കുന്നവർ എപ്പോഴും ഉണർവുള്ളവരും പ്രതികൂല പരിസ്ഥിതികളിലും ഉറച്ചു നിൽക്കുന്നവരുമായിരിക്കണം. അതിനുശേഷം സുവിശേഷകന്റെ പ്രവൃത്തി ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ അവർക്ക് സാധിക്കേണ്ടതാണ്. പക്ഷേ പൗലോസ്ലീഹ പറഞ്ഞ രീതിയിൽ ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നു, ഈ കാലങ്ങൾ മുന്നോട്ട് പോകും തോറും മനുഷ്യൻ്റെ സഹിഷ്ണുത ഒക്കെ കുറഞ്ഞു വരും. അപ്പോൾ കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയും അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന രീതിയിൽ അവർ പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. അതാണ് ഇന്ന് ആധുനിക കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേദപുസ്തകത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ആർക്കും വലിയ താല്പര്യമില്ല. കെട്ടുകഥകളും നർമ്മരസങ്ങളും ഒക്കെ നിറഞ്ഞതായ ആ പ്രബോധകരെ വിളിച്ചിട്ട് അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നതായ ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ രീതിയിൽ അങ്ങനെ കെട്ടുകഥകളൊക്കെ കൂടുതൽ പറഞ്ഞ് അത് വിശദീകരിച്ച് പല ആളുകളും ഈ സത്യത്തിൽ നിന്ന് ജനത്തെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ അന്ത്യകാലത്ത് സംഭവിക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സഭയുടെ പ്രാരംഭകാലത്ത് തന്നെ അപ്പോസ്തലനായ പൗലോസ്ലീഹ തീമോത്തിയോസിനൊരു മുന്നറിയിപ്പ് ഇവിടെ കൊടുക്കുകയാണ്. 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കാറായി എന്ന്. നീറോ ചക്രവർത്തി ഭരണമേറ്റെടുത്ത് ക്രിസ്ത്യാനികളെ വളരെയേറെ പീഡിപ്പിച്ചതായ ഒരു കാലഘട്ടമായിരുന്നു. അപ്പം അദ്ദേഹം ഇപ്പോൾ ഇത് തടവറയിലാണ്. അദ്ദേഹത്തെ വധിക്കുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പായി. ആ ഒരു സാഹചര്യത്തിലാണ് അവസാനമായി പൗലോസ്ലീഹ ഈ ലേഖനം തീമോത്തിയോസിനെ എഴുതുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഉറപ്പുണ്ട്. കാരണം ഞാൻ ഇന്ന് മരിച്ചാലും ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതുകൊണ്ട് നീതിയുടെ കിരീടം ദൈവം എനിക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. ഇത് അങ്ങനെ കർത്താവിന് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രത്യാശ നൽകുന്നതായ കാര്യമാണ് പൗലോസ്ലീഹയുടെ ഈ പ്രഖ്യാപനങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം മുഴുവനും അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തെ ദൈവം വിളിച്ച നാൾ മുതൽ ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച് പ്രവർത്തിച്ച ഒരാളാണ്. പൗലോസ്ലീഹയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അദ്ദേഹത്തിൽ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പൂർണ്ണ സമർപ്പണം നടത്തിയ ആളാണ്. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ദമസ്കോസിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം കർത്താവിനോട് ചോദിച്ചു. ദൈവകരങ്ങളിൽ തന്നെ പൂർണ്ണമായി അദ്ദേഹം സമർപ്പിച്ച ആളാണ്. 2, താൻ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണെന്ന് ബോധ്യമായപ്പോൾ തൻ്റെ വീക്ഷണത്തിലും പ്രവർത്തനത്തിലും വലിയ വ്യത്യാസം വരുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. നമുക്കറിയാം, ദൈവം അദ്ദേഹത്തെ വിളിക്കുന്നതിന് മുൻപ് ഒരു മതഭ്രാന്തനായി മതവൈരാഗിയായി മാറിയ ഒരാളാണ്. എൻ്റേതല്ലാത്തതിനെയൊക്കെ ഞാൻ നശിപ്പിക്കും എന്ന രീതിയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുന്നവരെ പീഡിപ്പിക്കുകയും അവരെ കൊല്ലാൻ കൂട്ടുനിൽക്കുകയും
സ്തേഫാനോസിനെ, ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ വധിക്കുന്ന സമയത്ത് കല്ലെറിഞ്ഞവരുടെ പത്രം സൂക്ഷിച്ച് അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്ത വ്യക്തിയാണ്. എന്നാൽ ദൈവം അദ്ദേഹത്തെ വിളിച്ചതിന് ശേഷം അദ്ദേഹത്തിൽ വന്ന മാറ്റം എന്താണ്? എൻ്റേതിനു വേണ്ടി, എൻ്റെ വിശ്വാസത്തിനു വേണ്ടി ഞാൻ മരിക്കുമെന്ന ആ ഒരവസ്ഥയിലേക്ക് വന്നു. ഇതിനു മുമ്പ് എൻ്റേതല്ലാത്തതിനെയൊക്കെ നശിപ്പിക്കുമെന്ന മനോഭാവത്തിൽ നിന്ന് എന്നെ വിളിച്ച സത്യം എനിക്ക് മനസ്സിലാക്കിയതിന് ക്രിസ്തുവിന് വേണ്ടി ഞാൻ മരിക്കും, ആരെയും കൊല്ലുകയല്ല, ഞാൻ മരിക്കുമെന്നതായ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. മൂന്നാമത് അദ്ദേഹത്തിന് നമ്മൾ കണ്ടു, ഇതിനു മുമ്പുള്ള ലേഖനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ യേശുവിലുള്ളതായ ഒരു പുതിയ വ്യക്തിത്വം അദ്ദേഹം കണ്ടെത്തി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ്, ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള പൂർണ്ണമായ ഒരു സമർപ്പണം ദൈവകരങ്ങളിൽ അദ്ദേഹത്തിന് സമർപ്പിക്കാൻ സാധിച്ചു. നാലാമത് അദ്ദേഹത്തിന് നമ്മൾ കാണുന്നത് തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പൂർണ്ണമായ പ്രത്യാശ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്, കിരീടം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ള പ്രത്യാശയുടെ ആ വലിയ പൂർണ്ണത അദ്ദേഹത്തിനുണ്ട്. അഞ്ചാമതായി അദ്ദേഹത്തെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത, ആത്മാക്കളെക്കുറിച്ചുള്ള വലിയ ദാഹമുണ്ടാകുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം, ഓരോ വ്യക്തിയിലും ക്രിസ്തു ഉരുവാകുവോളം ഞാൻ വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി വേദനിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റൊരു കാര്യം ആറാമത് കാണുന്നത്, അദ്ദേഹത്തിന് ഏത് പ്രതികൂല ഘട്ടങ്ങളിലും മങ്ങാത്തതായ വിശ്വാസത്തിലുള്ള വലിയ ഉറപ്പുണ്ടായിരുന്നു. അത് അദ്ദേഹം ഇതിനു മുമ്പ് അനുഭവിച്ച പീഡകളൊക്കെ നമ്മൾ വായിച്ചതാണ്. ആ പീഡകളൊക്കെ അനുഭവിച്ചപ്പോഴും അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നോ ആ പ്രവർത്തനത്തിൽ നിന്നോ അദ്ദേഹം ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്ന, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതിന് മുമ്പുള്ള ലേഖനങ്ങളൊക്കെ നമ്മൾ വായിച്ചല്ലോ, തൻ്റെ ദൂതനെക്കുറിച്ചുള്ള പൂർണ്ണ സത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മുമ്പ് പറഞ്ഞത്, സ്വർഗത്തിൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതിന് വിരുദ്ധമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാകും. കാരണം അത്രമാത്രം താൻ പറയുന്നത് സത്യമാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തെ കാണുന്നതായ ഒരു എട്ടാമത് കാണിക്കുന്ന ഒരു നിസ്വാർത്ഥമായ സേവന മനോഭാവമാണ്. ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ പൊന്നും വെള്ളിയും ഒന്നും എനിക്ക് വേണ്ട, അദ്ദേഹം തന്നെ അധ്വാനിച്ച് അതിൽ നിന്ന് ഉപജീവനം കഴിച്ച് ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഒമ്പതാമത് അദ്ദേഹത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു ഗുണം, എന്നെ അനുകരിപ്പീനെന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു, ആത്മധൈര്യമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അങ്ങനെ ജീവിച്ച ആളാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും അത് സാധിക്കുന്നില്ല. ക്രിസ്തുവിനെ അനുകരിപ്പീനെന്ന് മാത്രമേ എല്ലാവർക്കും പറയാൻ പറ്റുന്നുള്ളൂ. എന്നെ അനുകരിപ്പീൻ എന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അവൻ ക്രിസ്തുവിൽ പൂർണ്ണ സമർപ്പിതനായിരിക്കണം. ഇതാണ് പീലിപ്പോസ് നഥാനിയേലിനോട് പറഞ്ഞത്, നീ വന്നു കാണുക. നീ പോയി കാണാനല്ല പറഞ്ഞത്, വന്നു കാണുക എന്ന് പറഞ്ഞാൽ കണ്ടവനായിരിക്കണം, അനുഭവസ്ഥനായിരിക്കണം, ഒരുവനെ കൊണ്ടുവന്നാൽ അവന് ലഭിക്കുമെന്ന വിശ്വാസമുള്ളവനായിരിക്കണം, അവന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ളവനായിരിക്കണം. എങ്കിൽ മാത്രമേ വന്നു കാണാൻ പറയാൻ സാധിക്കത്തുള്ളൂ. അതിന് പൗലോസ്ലീഹായ്ക്ക് അത് സാധിച്ചു. എന്നെ അനുകരിപ്പീനെന്ന് പറയാനുള്ള ഒരു വലിയ ആധ്യാത്മിക പൂർണ്ണത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് ആധ്യാത്മിക തലങ്ങളിൽ മേൽത്തൊട്ടടിവരെ നോക്കിയാൽ നേതൃത്വം കൊടുക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ പറയാനൊരു ധൈര്യം ഇന്ന് ക്രൈസ്തവ സഭയിൽ ഏത് സഭാവിഭാഗത്തെ എടുത്താലും ആർക്കുമുണ്ടെന്ന് നമുക്ക് പറയാനാവില്ല. എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചഞ്ചല ഹൃദയമുള്ളവരാണ്. പക്ഷെ പൗലോസ്ലീഹായ്ക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതായിരുന്നു. പത്താമത് അദ്ദേഹത്തെ കാണുന്ന മറ്റൊരു, അദ്ദേഹം നല്ല പോരാട്ടം നടത്തി എന്ന് പറഞ്ഞാൽ സത്യത്തിനു വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി ഏത് പ്രതികൂല ഘട്ടങ്ങളിലും കർത്താവിന് വേണ്ടി വളരെയേറെ ഈ ഭൂമിയിൽ പോരാടി ജീവിച്ച ഒരു വ്യക്തിയാണത്. പിന്നെ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ്, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി ആ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്.
അങ്ങനെ പ്രകാരമുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഒരു അമൂല്യ നിധിയായി അദ്ദേഹം കാത്തു സൂക്ഷിച്ച ഒരു വലിയ വ്യക്തിയാണ്. അതൊക്കെ നമുക്ക് ഇപ്പം അദ്ദേഹം തീമോത്തിയോസിന് പറയുന്നു, ഇപ്പോൾ എൻ്റെ സമയം അടുത്തിരിക്കുകയാണ്, എനിക്ക് പോകാനുള്ള സമയം ഇപ്പോൾ ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഭയമില്ല, പൂർണ്ണമായുള്ള ഒരു വലിയ സമർപ്പണം അദ്ദേഹത്തിനുണ്ട്. ആ ദിവസം, കർത്താവിൻ്റെ ദിവസം വരുമ്പോൾ എൻ്റെ പ്രതിഫലം കർത്താവ് എനിക്ക് നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്രയാകാൻ വേണ്ടി അദ്ദേഹത്തെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. 19 വാക്യങ്ങളിൽ ദേമാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പൗലോസിൻ്റെ ഒരു സഹായിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കൊലോസ്യർ 4:14 ഫിലോമോൻ്റെ ഇത് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി പിന്നെ ക്രിസ്പോസ്, തിഹിക്കോസ്, ലൂക്കോസ്, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് അദ്ദേഹത്തോടു കൂടി പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത ആളുകളെയൊക്കെ അദ്ദേഹം ഇവിടെ പ്രത്യേകമായ പേരുകളൊക്കെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ അവിടുന്ന് പോരുന്നതായ സമയത്ത് തീമോത്തിയോസിന് പറയുമ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ പുറംകുപ്പായം, എൻ്റെ പുതപ്പ്, അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നതായ എൻ്റെ പുസ്തകങ്ങൾ, ഞാൻ എഴുതിയതായ ആ ചുരുളുകൾ, നമുക്കറിയാം ഇന്നത്തെ പോലെ പേപ്പറുകളൊന്നും അക്കാലത്തില്ല. തോൽ ഒക്കെ ചുരുളുകളിലും പാപ്പിറസുകളിലും ഒക്കെയാണ് അക്കാലത്ത് ഇതൊക്കെ എഴുതി വെച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങളൊക്കെ ഈ ലേഖനം സംബന്ധിച്ച് മറ്റുള്ള കാര്യങ്ങളിലും എഴുതാൻ പറ്റുന്ന സമയത്തൊക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ പോകുമ്പോൾ അത് നശിപ്പിച്ച് കളയാതെ എടുത്തുകൊണ്ട് പോരണമെന്ന് അദ്ദേഹം തീമോത്തിയോസിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്നു 17 പറഞ്ഞു, ആരും എനിക്ക് സഹായത്തിനില്ലാത്ത അവസ്ഥയിലും ദൈവം എന്നെ ശക്തനാക്കി സിംഹത്തിൻ്റെ വായിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ സിംഹമെന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ പീഡിപ്പിച്ചവരിൽ നിന്നാണ്. തനിക്ക് ഒരുപാട് ദ്രോഹം ചെയ്ത ആളുകളിൽ നിന്നൊക്കെ ദൈവം അദ്ദേഹത്തെ കാത്ത് സംരക്ഷിച്ചു എന്ന് പറയുന്നു. 19-21 വാക്യങ്ങൾ പ്രിസ്കില്ല, അക്വിലാസ്, ഇവരെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 18 അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അവർ പൗലോസിൻ്റെ സുവിശേഷ വേലകൾ പൗലോസിനെ ഏറെ സഹായിച്ച വ്യക്തികളാണ്. പിന്നെ ഒനേസിഫോറസിൻ്റെ ആ ഒരു കുടുംബത്തെ അദ്ദേഹം വീണ്ടും ഇവിടെ ഓർക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതാണ്. ഒനേസിഫോറസ് അത് മരിച്ചുപോയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള നന്ദി അദ്ദേഹം ഇവിടെ അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേലയിൽ അത്രമാത്രം ആത്മാർത്ഥമായി അദ്ദേഹത്തോട് പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ ഇത് പൗലോസ്ലീഹ തൻ്റെ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ 2 തീമോത്തിയോസ് അവസാനം പൗലോസ്ലീഹ തീമോത്തിയോസിന് പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് നേരിട്ട് പറയുന്നതാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ഇതേപോലെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, നീതിബോധത്തോടും കൂടി പ്രവർത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഈ അധ്യായം വായിച്ച് ധ്യാനിച്ച് പൗലോസ് അപ്പോസ്തലന് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടി സഹായിച്ച ആളുകൾക്ക് വേണ്ടിയും അവരെ ദൈവസന്നിധിയിൽ ഓർക്കുവാനും അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാനും നമുക്കിടയായി തീരട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.